എന്തുകൊണ്ട് മ്യൂസിക് ഡയറക്ടർ ജി.വി. പ്രകാശിന് ഒരു കൾട്ട് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ സാധിച്ചില്ല എന്ന് നമ്മൾ സംസാരിച്ച വീഡിയോയുടെ കീഴെ ഏറ്റവും കൂടുതൽ കണ്ട കമന്റുകളിൽ ഒന്നായിരുന്നു മ്യൂസിക് ഡയറക്ടർ വിജയ് ആന്റണിയെ പറ്റി ഒരു വീഡിയോ. എന്ന് വെച്ചാൽ കേരളത്തിലും പുള്ളിക്ക് നല്ല ഫാൻ ബേസ് ഉണ്ട്. ഈ പറഞ്ഞ കൾട്ട് സ്റ്റാറ്റസിൽ GVPക്കും മേലെ. അതെന്തുകൊണ്ടായിരിക്കും? അതിന്റെ ഉത്തരവും ആ കമന്റ് ബോക്സിൽ തന്നെ ഉണ്ടായിരുന്നു. ഫാസ്റ്റ് നമ്പേഴ്സ് ചെയ്യുന്ന വമ്പൻ BGMs കൈവശമുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിന് ഓൺലൈൻ ആരാധകർ കുറച്ചധികമായിരിക്കും. ആൻഡ് ഈ ഒരു സ്റ്റേറ്റ്മെന്റിന് ഏറ്റവും അനുയോജ്യമായ പേര് അനിരുദ്ധ് രവിചന്ദർ. അസാധ്യ ഫാൻ ഫോളോയിങ് ഉള്ള ഒരു സ്റ്റാർ മ്യൂസിക് ഡയറക്ടറായ അദ്ദേഹത്തെ എലവേറ്റ് ചെയ്ത് വീഡിയോ ചെയ്യാൻ വളരെ എളുപ്പമാണ്. പക്ഷേ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അദ്ദേഹം ആദ്യകാലത്ത് ചെയ്ത 3 സിനിമകളിലെ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കുറിച്ച് മാത്രം പറയാം. അതിൽ ആദ്യത്തേത് തീർച്ചയായും അദ്ദേഹത്തിന്റെ അരങ്ങേറ്റ സിനിമ 3. അതിൽ പടത്തിലെ നായകനായ ധനുഷും നായികയായ ശ്രുതി ഹാസനും ചേർന്ന് പാടിയ കണ്ണഴക എന്ന സോങ് ആയിരുന്നു ഒരുപാട് കാലം എന്റെ ഫേവറേറ്റ്. പിന്നെ പതുക്കെ അത് മോഹിത് ചൗഹാൻ പാടിയ പോനി പോ എന്ന സോങ്ങിലേക്ക് എത്തി. എന്നാൽ ഈ ആൽബത്തിൽ ഞാൻ ആദ്യം ഒട്ടും ശ്രദ്ധിക്കാതിരുന്ന നമ്മുടെ വിജയ് യേശുദാസും ശ്വേതാ മോഹനും പാടിയ നീ പാർത്ത വിഴികൾ എന്ന സോങ്ങിന് പിന്നീട് ഞാൻ അഡിക്റ്റ് ആയി. ഈ പടം ഇറങ്ങുന്നത് എന്റെ 19ാമത്തെ വയസ്സിലാണ്. എന്ന് വെച്ചാൽ നമ്മുടെയൊക്കെ സ്ക്രൂ ലൂസായി കിടക്കുന്ന ഒരു പ്രായം. ആ സമയത്താണ് ഈ പാട്ടുകൾ റിലീസ് ആവുന്നത്. സോ ഇതൊക്കെ കേട്ട് തള്ളിയതിന് കയ്യും കണക്കുമില്ല. അടുത്തത് നമ്മുടെ ശിവകാർത്തികേയന്റെ തുടക്കകാലത്തെ ചിത്രങ്ങളിൽ ഒന്നായ എതിർനീച്ചൽ എന്ന ചിത്രത്തിലെ വെളിച്ചപ്പൂവെ എന്ന സോങ് പാടിയിരിക്കുന്നത് മോഹിത് ചൗഹാൻ. എന്നാൽ 3 വർഷങ്ങൾക്കിപ്പുറം അജിത്തിന്റെ വേതാളം എന്ന സിനിമയിലെ ഒരു കോമഡി രംഗത്ത് ഭൂമി എന്ന സുത്തുത എന്നൊരു പാട്ട് ഞാൻ കേട്ടു. അനിരുദ്ധിന്റെ വോയിസ് ആണ് അതെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലായി. പടം കണ്ടു കഴിഞ്ഞിറങ്ങി സെർച്ച് ചെയ്തപ്പോഴാണ് അത് പണ്ടിറങ്ങിയ എതിർനീച്ചൽ എന്ന സിനിമയിലെ പാട്ടാണെന്ന് മനസ്സിലാവുന്നത്. പിന്നെ കുറെ കാലം അത് തന്നെയായിരുന്നു. സോ ഈ 2 പാട്ടുകളും കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് കേട്ടു നോക്കണം. അടുത്തതായി നമ്മുടെ അഖില ഉലക സൂപ്പർ സ്റ്റാർ ശിവയുടെ വണക്കം ചെന്നൈ എന്ന സിനിമയിൽ ഉൻകൈകൾ കോർത്ത് എന്ന് തുടങ്ങുന്ന ഒരു ഗാനമുണ്ട്. പാടിയിരിക്കുന്നത് ഹിന്ദി സിംഗർ വിശാൽ ഡെഡ്ലാനി. നേരത്തെ പറഞ്ഞത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നു. ഈ പാട്ടും ഇതുവരെ കേട്ടിട്ടില്ലാത്തവർ ഒന്ന് കേട്ടു നോക്കണം. ഹൈലി റെക്കമെൻഡഡ് ആണ്. സോ ദാറ്റ്സ് ഇറ്റ്. ഇതിനപ്പുറത്തേക്ക് ഞാനൊന്നും പറയുന്നില്ല. 2014 AR മുരുകദോസിന്റെ ഡയറക്ഷനിൽ വന്ന ഒരു സൂപ്പർ താര ചിത്രത്തിൽ പുള്ളി ആദ്യമായി മ്യൂസിക് ചെയ്യുന്നു. പിന്നെ ഒരൊറ്റ പോക്കാണ്. എനിവേസ്, തുടക്കകാലം മുതൽക്ക് ഞാൻ അനിരുദ്ധിന്റെ വർക്കുകൾ ശ്രദ്ധിക്കാനുള്ള മറ്റൊരു റീസൺ, പുള്ളി സെൻസേഷണൽ ആയിട്ടുള്ള ഒരുപാട് ബോളിവുഡ് സിംഗേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. മോഹിത് ചൗഹാൻ, യോയോ ഹണി സിംഗ്, വിശാൽ ഡെഡ്ലാനി, ബാദ്ഷാ ഇവരൊക്കെ അതിൽ പെടുന്നതാണ്. 2012-13 സമയങ്ങളിൽ നമ്മുടെ യോയോ ഹണി സിംഗ് കത്തി നിൽക്കുന്ന സമയത്താണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത ശിവകാർത്തികേയന്റെ എതിർനീച്ചൽ എന്ന ചിത്രത്തിലൂടെ പുള്ളിയെ അനിരുദ്ധ് തമിഴിലേക്ക് കൊണ്ടുവരുന്നത്. സോ അന്ന് യോയോ ഹണി സിംഗിന്റെ കട്ട ഫാനായിരുന്ന എനിക്ക് ഇത് ഭയങ്കര അത്ഭുതമായിരുന്നു. എനിവേസ്, ഇപ്പൊ പുള്ളിയുടെ സ്റ്റാറ്റസ് എന്താണെന്ന് വെച്ചാൽ ഷാറൂഖിന്റെ പടത്തിൽ പുള്ളി വേണം, രജനീകാന്തിന്റെ പടത്തിൽ പുള്ളി വേണം, അങ്ങനെ വലിയ വലിയ കളികൾ മാത്രം. അയ്യോ, ഒരു പാട്ട് വിട്ടുപോയി. ഡേവിഡ് എന്ന സിനിമയിലെ ഈ പാട്ട്. ഈ ഒരൊറ്റ പിക്ചർ മാത്രം കണ്ടാൽ ഈ പാട്ട് മനസ്സിലാവുന്ന ആളുകൾ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയാം.